ഇതൊക്കെ ചെയ്ത് പറഞ്ഞോണ്ട സ്വിം അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. അങ്ങനെ സ്കൂൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ പോകുന്നുണ്ട്. 2 വീക്സ് ഉണ്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി അപ്പം ഈ 2 വീക്സ് വെറുതെ വീട്ടിലിരുന്നിട്ട് ടി വിയും ടാബൊക്കെ കണ്ട് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സമ്മർ ക്യാമ്പിൽ ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഡേ ആണ് അങ്ങോട്ട് പോകുന്നത്. അവൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഇന്നലെയൊക്കെ തീരെ ഉറങ്ങാൻ തന്നെ അവനക്ക് പറ്റിയിട്ടില്ല. എക്സൈറ്റ്മെൻറ്റ് കാരണം രാത്രിയൊക്കെ ഇങ്ങനെ രാവിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. നമുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൊണ്ട് ചേർത്താനൊക്കെ വേണ്ടിയിട്ട്. എല്ലാ വെക്കേഷൻസിനും നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട് സ്വിമ്മിങ്ങോ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വിടണമെന്ന്. പക്ഷെ ഓരോ വെക്കേഷനും ഓരോ കാരണം കൊണ്ട് അത് നടക്കാറില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവനെ ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സിനൊക്കെ കൊണ്ടുപോയിട്ട് ചേർത്തുന്നത്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്, അവനും ഭയങ്കര ഹാപ്പിയാണ്. അവനിക്ക് ഇവിടെ 3 hours ക്യാമ്പുള്ളത്. 9 to 12 ആണ്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ 20-25 minutes എടുക്കുന്നുണ്ട് ബസ്സിൽ വരാൻ വേണ്ടിയിട്ട്. ശരിക്കും അടുത്ത് തന്നെയാണ്. 10 minutesൻ്റെ 5 to 10 minutes ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ കാറിൽ വരികയാണെങ്കിൽ. പക്ഷേ ബസ്സിൽ വരുമ്പോഴത്തേക്ക് 20 to 25 minutes എടുക്കുന്നുണ്ട്. ബസ് ആകുമ്പോൾ മെല്ലെ വരികയും ചെയ്യുക, എല്ലാ സ്റ്റോപ്പിലും നിർത്തി എല്ലാ സിഗ്നലിലും കുടുങ്ങി അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മദീന മോൾ. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ 5 minutes walk മദീന മോളിലേക്കുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നു പോയി. വെയിലായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പം ഞാൻ നല്ല കൂളായി. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുക, 3 hours ഇവിടെ എങ്ങനെയാണ് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടൈം പോകുന്നത് അറിയുകയേ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം കുറച്ച് നേരം ഫുഡ് കോർട്ടിൽ പോയിട്ടിരുന്നു. അവിടുന്ന് ഒരു അവിൽ മിൽക്കൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഞാൻ എടുത്തു. പിന്നെ ഫ്രീ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ നെറ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ടൈം പോകുന്നത് അറിയുകയേ ചെയ്യില്ല. ടൈം പോയത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് വന്നത്. ഞാൻ ഷോപ്പിംഗ് തന്നെ എൻ്റേത് കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈം അവനെ പിക്ക് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് ഞാൻ ഹാഫ് വേ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും നാളെയും വന്നിട്ട് ഇവിടെ ഇരിക്കണം. അങ്ങനെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങി. ചെറിയൊരു കവറിൽ പിടിക്കാനുള്ളത് മാത്രം വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ സ്കൂളിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. കാണുമ്പോൾ ഭയങ്കര അടുത്താണ്, നടക്കുമ്പോൾ ഒരു 5 minutes. ഈ വെയിലത്ത് നടക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്. ഇത് കിസൈസിൽ ഇന്ത്യൻ അക്കാഡമിയിലാണ് ഈ സമ്മർ ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 വീക്സിനുള്ളതേ എടുത്തിട്ടുള്ളൂ. കാരണം 2 വീക്സ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ 1 monthനുള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ടും ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്യാപിറ്റൽ സ്കൂളിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. വെസ്റ്റ്ഫോർഡ് സ്പോർട്സ് നടത്തുന്ന സമ്മർ ക്യാമ്പാണിത്. ഇവിടെ സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, പിന്നെ ഫുട്ബോൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സ്വിമ്മിങ് എല്ലാ ഡേയ്സും ഉണ്ടാവും. പിന്നെ ബാഡ്മിൻ്റനും ഫുട്ബോളും ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഈ ക്യാമ്പ് കംപ്ലീറ്റ് നടക്കുന്നത് ഇൻഡോർ ആയിട്ടാണ്, ഔട്ട്ഡോറിലൊന്നുമില്ല. നല്ല ചൂടായതുകൊണ്ട് ഇൻഡോറാണ് കംപ്ലീറ്റ്. സ്വിമ്മിങ് ആയാലും ഫുട്ബോൾ ആയാലും എല്ലാം ഇൻഡോർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ വരുമ്പോഴായാലും തിരിച്ചു പോകുമ്പോഴായാലും ഞാൻ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോകാറുള്ളത്. കാരണം നല്ല ചൂടാണ്, നല്ല വെയിലടിക്കുന്നുണ്ട്. സൺബേണൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ പുറത്തായതുകൊണ്ട് തന്നെ ചോറൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 1 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ബസ്സിലൊക്കെ കയറി തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 1 o'clock ഒക്കെ ആയി. അപ്പോൾ ലഞ്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല രാവിലെ ഒന്നും. പിന്നെ ഫുള്ള് അവിടെ തന്നെ കറങ്ങി നടന്നതാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പുട്ടും ഫിഷ് കറിയുമാണ് കഴിക്കുന്നത് നമ്മൾ ലഞ്ചായിട്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ 2 പേരും റെസ്റ്റൊക്കെ ചെയ്തു.
പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പാസ്ത തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. അത് പിന്നെ തട്ടിക്കൂട്ട് പാസ്ത ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ശരിക്കും എപ്പോഴും ഉണ്ടാക്കുന്ന പാസ്ത ഇങ്ങനെയാണ്. ബ്രോക്കലിയും മഷ്റൂമും ഒക്കെ ഇട്ടിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഡിന്നറിനേക്ക് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഇത്ര കാമായിട്ട് ആക്കുന്നത്. വീഡിയോ കാണുമ്പം തന്നെ നല്ല ഒരു സമാധാനമുണ്ട്. ഇത്ര സമാധാനത്തിൽ നമ്മളൊന്നും എടുക്കലില്ല, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് രാവിലെയൊക്കെ ഇത്ര കാമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നത്, ഇത്ര കാമായിട്ട് എങ്ങനെയാണ് പണിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിലെടുത്ത് അത് മ്യൂട്ടാക്കി വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പം എല്ലാ വീഡിയോയും ഭയങ്കര കാമും നല്ല ആംബിയൻസൊക്കെ ആയിട്ട് തന്നെയാണ് തോന്നുക. അപ്പോൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കുട്ടികളുള്ള വീട്ടിലൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ ഭയങ്കര സൈലൻറ്റിലായിട്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റൊന്നുമില്ല. എപ്പോഴും എന്തെങ്കിലും സംസാരമോ ഒക്കെ എന്തെങ്കിലുമായിട്ടൊക്കെ ഉണ്ടാവും ചെയ്യും. ചിലതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യും, ചിലത് ഞാൻ അങ്ങനെ വെക്കുക, അങ്ങനെയാണ്. അപ്പോൾ മ്യൂട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ മ്യൂസിക്കൊക്കെ ഇട്ട് വീഡിയോ ഇടുമ്പം ഉണ്ടാവുന്ന കാംനെസ് ഒന്നും ശരിക്കും അത് എടുക്കുമ്പോൾ ഉണ്ടാവുമൊന്നുമില്ല. പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. ബ്രോക്കലിയും മഷ്റൂമും മാത്രമാണ് കേട്ടോ ഇടുന്നത് ഇതിന്. അപ്പോൾ ബ്രോക്കലി ഞാൻ ആദ്യം നല്ലോണം വാഷ് ചെയ്ത് ബോയിൽ ചെയ്തിട്ടാണ് പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ചിക്കനും മഷ്റൂമും ബ്രോക്കലിയും സെപ്പറേറ്റ് ആയിട്ട് ബട്ടറിൽ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുത്തതാണ്. മൂന്നും സെപ്പറേറ്റ് ആയിട്ട് സോട്ടേ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് സ്മോൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. അതിലും ജസ്റ്റ് പെപ്പറും സോൾട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊരു സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മൂന്നിലും വെറും സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ടാണ് ഞാൻ സോട്ടേ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ഈ ബട്ടറിൽ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ എന്ന് പറഞ്ഞാൽ. നല്ലോണം ബട്ടർ ആവശ്യമുണ്ട് ഇതിന്. ഹൈ കാലറിയുള്ള സാധനമാണ് ബട്ടറും ചീസും പാലും എല്ലാം കൂടി മിക്സായി വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ചിക്കൻ കുറച്ചിട്ടാലും കുഴപ്പമില്ല. ബ്രോക്കലിയും മഷ്റൂമും ഒക്കെ നല്ലോണം ഉണ്ടെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പാസ്തേൻ്റെ സോസ് ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേയും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ സോസ് ഉണ്ടാക്കുന്നത്. ബട്ടറിൽ നല്ലോണം ഗാർലിക്ക് സോട്ടേ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. മൈദപ്പൊടി ഈ ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ട് അതിലേക്ക് പാലൊഴിക്കണം. ഇതിൽ വരുന്ന എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാലൊഴിക്കുമ്പോൾ ഇത് കട്ട പിടിച്ച് വരുന്നതാണ്. അപ്പോൾ അതിനാദ്യം മൈദപ്പൊടി നല്ലോണം കുക്കായതിൻ്റെ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാലൊഴിച്ചാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്ത് പാലൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും ഗ്യാസ് ഓൺ ആക്കിയാൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിലേക്കും സോൾട്ടും പെപ്പറും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പെന്നെ പാസ്ത ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇതുണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഡ്രൈ ആയി പോവില്ല. അല്ലാണ്ട് സാധാരണ ഞാൻ ഫസ്റ്റ് ക്രീമി കൺസിസ്റ്റൻസി ആയതിൻ്റെ ശേഷമാണ് ഞാൻ പാസ്ത ഇടാറുള്ളത്. അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് അതൊരു ഡ്രൈ ആയി പോകാറുണ്ടായിരുന്നു. പിന്നെയും ഞാൻ മിൽക്ക് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് തിക്കാവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അതിലേക്ക് പാസ്ത ആഡ് ചെയ്യും. എന്നിട്ട് വെജിറ്റബിൾസ് മഷ്റൂമും ബ്രോക്കലിയും ചിക്കനും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചീസൊക്കെ ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്ക് ക്രീമി ആയിട്ട് തന്നെ കിട്ടും. അതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഹെവി ഫുഡൊക്കെ ആകുമ്പോൾ സാലഡൊക്കെ ആകുമ്പോഴേ ലേറ്റ് ആവാറുള്ളൂ. ഇത് വേറൊരു റാൻഡം ഡേ ആണ് കേട്ടോ. ഇന്നും ചാച്ചപ്പൂന് സമ്മർ ക്യാമ്പ് ഉണ്ട്. സമ്മർ ക്യാമ്പിന് പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്കായി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു സാലഡാണ് കഴിക്കുന്നത്. ഞാൻ മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാലഡിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ ക്യൂക്കമ്പറും ക്യാരറ്റും ബ്രോക്കലിയും എഗ്ഗ് ബോയിൽ ചെയ്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു സാലഡാക്കി കഴിച്ചു.
ചാച്ചപ്പൂവിന് എഗ് ദോശയാണ് ആക്കി കൊടുത്തത്. അവന് സ്കൂളിലേക്ക് ഒരു സാൻഡ്വിച്ചും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഇതാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് കഴിച്ചിട്ട് പോയി. ഇന്ന് ബാഡ്മിൻ്റൺ ഡേ ആണ് അവൻക്ക്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളിന്ന് സമ്മർ ക്യാമ്പിന് പോയിട്ടുള്ളത്. അവനിപ്പം എപ്പോഴും നല്ല ഹാപ്പിയാണ് കേട്ടോ. അവൻക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ 1 വീക്കായല്ലോ പോയിട്ട്. ആ 1 വീക്കിനുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്വിമ്മിങ്ങിലായാലും. പക്ഷേ ഈ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അതൊക്കെ നിന്നു. പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ആ ഡേ നമ്മൾ തിരിച്ച് വരുന്ന ടൈമിൽ അവന് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ട് വീണ് താടിയൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടു. കുറച്ച് കാലം നനയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഫുള്ള് റെസ്റ്റിലാണ്. ഈ വീക്കും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകും. അങ്ങനെ സമ്മർ ക്യാമ്പൊക്കെ അവിടെ സ്റ്റോപ്പായി. ഇത്രയൊക്കെയാണ് അവൻ്റെ സമ്മർ ക്യാമ്പിൻ്റെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ വ്ളോഗിൽ തീർക്കാൻ പറ്റിയത് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അൺടിൽ ദാറ്റ് ടേക്ക് കെയർ. ബൈ ബൈ.